പരിശ്രമിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ ഒന്നും കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടാവുന്നതേ ഉള്ളൂ. കാരണം നമുക്ക് എന്തൊക്കെ തെറ്റാണ് ഇപ്രാവശ്യം പറ്റിയതെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് മനസ്സിൽ ചിന്തിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഉറപ്പായിട്ടും കിട്ടാവുന്നതേ ഉള്ളൂ. ഞാൻ പിന്നെ ഒരു എഡ്യൂക്കേഷൻ ലോണിൻ്റെ വീഡിയോ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഈ എഡ്യൂക്കേഷൻ ലോൺ വെച്ചൊക്കെ പഠിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു വേറെ ലെവല് ഇത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് തന്നെ 10 പോയിൻറ്റ് സംതിങ് ആണ്. നമ്മൾക്ക് ഇപ്പം കോഴ്സ് കഴിഞ്ഞ് 1 ഇയർ, അതായത് ഇപ്പം MBBS കഴിഞ്ഞ് നമുക്ക് 1 വർഷം കൂടെ ഉള്ളൂ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഉള്ള സമയം. അത് കഴിഞ്ഞ് 2025 നീറ്റ് ആസ്പിറൻസിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളേടാ ഇനിയിപ്പോൾ എന്തായാലും ഒരു കൊല്ലം ചില പിള്ളേർ പോകും, ഞാനടക്കം അങ്ങനെയാണ് പോയത്. നമ്മൾ എന്തായാലും ഒരു കൊല്ലം കഷ്ടപ്പെടാൻ പോവാം, അപ്പോൾ അതുവരെ മാക്സിമം അടിച്ചു പൊളിച്ചിട്ട് പോവാം. അങ്ങനെ ഒരു മൈൻഡായിരിക്കും നിങ്ങൾക്ക് ഭൂരിഭാഗം പേർക്കും. അതായത് ശരിക്കും പറഞ്ഞാൽ എക്സാം ടഫ് ആവുന്നതാണ് റിപ്പീറ്റേഴ്സിനും റിപ്പീറ്റേഴ്സിനും ഒക്കെ നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വേവ്ലെങ്ത് കൂടി ലൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ റെഡാണെന്ന്. പക്ഷേ ചിലപ്പോൾ ഇത്ര ഈസി ആയിട്ട് ചോദിക്കുമെന്ന് വിചാരിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് വേറെ മാർക്ക് ചെയ്യുന്ന പിള്ളേർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കറിയാം നിങ്ങളുടെ കമൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. അതിന് കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ടടാ. അപ്പം നമ്മൾ ഹോസ്റ്റലിൽ ഇപ്പോൾ ഓൾറെഡി 6th ഫ്ലോർ ആയിരുന്നു. അപ്പം നമ്മൾ 2nd ഫ്ലോറിലോട്ടുള്ള ഷിഫ്റ്റിംഗ് നടക്കുകയാണ്. അപ്പം അത് ഒന്നാമത്തെ കാര്യം. പിന്നെ കുറച്ച് ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇന്ന് ഞങ്ങളുടെ റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഫുള്ളും ഇന്നലെയും അതിൻ്റെ മുന്നെയൊക്കെ നല്ല ടെൻഷനായിരുന്നു. അപ്പോൾ എന്തായാലും പാസ്സായി കേട്ടോ, പാസ്സായി, കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനായിരുന്നു. എന്ന് വെച്ചാൽ എടാ കോളേജ് ഫുള്ള് ഞാൻ ഈ യൂട്യൂബറാണെന്ന് അറിയാം. അത് അത്യാവശ്യം ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അറിയാം. അപ്പോൾ ഇനിയിപ്പോൾ ഫെയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു വിഷമമല്ലേ, ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നല്ല വഴക്കം കിട്ടും. അപ്പോൾ ആ ഒരു പേടിയായിരുന്നു മൊത്തത്തിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസത്തേക്ക് നിങ്ങളെയൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്തത്. അപ്പം എന്തായാലും ഇപ്പം നിങ്ങൾക്കൊരു ഇത്തിരി കൂളായിട്ടിരിക്കുന്നുണ്ടാവും. കാരണം ശിവൻ സാറിൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ അറ്റാക്ക് വന്നവരായിരിക്കും. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. 680 ഒക്കെ കട്ട് ഓഫ് വരുന്നത് ഇത് ആദ്യമായിട്ടല്ലേ. നമ്മൾ സാധാ 680 ഒക്കെ കട്ട് ഓഫ് കേൾക്കുന്ന ചിലപ്പോൾ എയിംസിലൊക്കെ ആയിരിക്കും. ഇപ്പം നോക്കിയാൽ 680 കട്ട് ഓഫ് സാധാ കേരളത്തിലൊരു ഗവൺമെൻറ് കോളേജിൽ കയറണമെങ്കിൽ 680 കട്ട് ഓഫ് പറയുന്നുണ്ടായിരുന്നു. ഞാൻ തന്നെ നന്നായിട്ട് ഞെട്ടിപ്പോയി. പിന്നെ എന്താണ് ശിവൻ സാറ് തന്നെ ഒരു അപ്പോളജി എന്നുള്ള രീതിയിൽ സാറ് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ കൊല്ലം 640 ആയിരുന്നടാ, അതായത് നമ്മുടെ ലാസ്റ്റ് റാങ്ക് പോയത്. ആ ഒരു കൊല്ലത്തിൽ നിന്ന് ചിലപ്പോൾ ഒരു 5-10 മാർക്കാണ് സാധാ ഡിഫറൻസ് വരുന്നത്. ഒറ്റയടിക്ക് 40 മാർക്ക് അത്രയും ഉള്ളവർക്ക് തന്നെ കിട്ടുമോ എന്ന് അറിയത്തില്ല എന്നുള്ളതൊക്കെ സാറ് പറഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ സാറിന് ഒത്തിരി പേരൻസിൻ്റെയും ഒക്കെ മെയിലൊക്കെ ചെന്നിട്ടുണ്ടാവും. 640 അല്ലെങ്കിൽ 650 സ്കോർ ചെയ്ത പിള്ളേർ പോലും ഇത്രയും വിറച്ച് ഇതായിട്ട് നിൽക്കുമല്ലേ. അന്നേരം അവരുടെയൊക്കെ ടെൻഷൻ നമുക്ക് ഊഹിക്കാവുന്നില്ലേ. അപ്പം എനിക്ക് ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട്, എടാ ഇന്ന മാർക്കിന് കിട്ടുമോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് എനിക്കും കൂടെ കൺഫ്യൂഷനാണ്, ഇതൊക്കെ കിട്ടുമോ പോവോ എന്നുള്ളതൊന്നും. ഞാനിപ്പോൾ നിങ്ങളോട് റിപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ ലാസ്റ്റ് റാങ്കിൻ്റെ ഒരു ഇതിലാണ്, അതിലല്ലേ എനിക്കും പറ്റത്തുള്ളടാ. കാരണം ഇപ്പോൾ വേറെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പിള്ളേരുടെ മാർക്കൊക്കെ ബ്രില്യൻറ്റിൻ്റെ കുറച്ച് മാർക്കിൻ്റെ ഒരു ഐഡിയ എനിക്കുള്ളൂ, അല്ലാതെ വേറെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാർക്കോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. അപ്പോൾ പിന്നെ എങ്ങനെ റാങ്ക് വരുമെന്നും അറിയത്തില്ല. ഇപ്രാവശ്യം 520 അല്ലെങ്കിൽ 530 ഒക്കെ ഏകദേശം 40,000 റാങ്ക് വരുമെന്നൊക്കെയാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനും താഴോട്ട് ഊഹിക്കാമല്ലോ നിങ്ങൾക്ക്. നല്ല കേരള റാങ്ക് അത്യാവശ്യം ഒരു ഇതായിരിക്കും. ഓൾ ഇന്ത്യ റാങ്ക് നിങ്ങൾക്കൊരു മെച്ചപ്പെട്ട റാങ്ക് ആയിരിക്കും. ഇപ്പോൾ 500 ഒക്കെ എബോ ഉള്ളവർക്ക് ഓൾ ഇന്ത്യ റാങ്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആയിരിക്കത്തില്ല, അതിനും കൂടെ ഇത്തിരിയും കൂടെ മെച്ചപ്പെട്ടൊരു റാങ്ക് ആയിരിക്കും. പക്ഷേ കേരള റാങ്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആയിരിക്കത്തില്ല. ആ ഒരു ഓവറോൾ ഐഡിയ എനിക്കിപ്പോൾ നിങ്ങളെ എടുക്കാൻ പറയാൻ പറ്റത്തുള്ളൂ. കട്ട് ഓഫ് എങ്ങനെ വരുമെന്നൊന്നും അറിയത്തില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിക്കുമ്പം നമുക്കിപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കേരളത്തിൽ പിള്ളേർക്ക്, അതായത് ഓൾ ഇന്ത്യയിലല്ല അത്യാവശ്യം എല്ലാവർക്കും, അതായത് കേരളത്തിൽ ഒഴികെയുള്ള ബാക്കി നോക്കുവാണെങ്കിൽ എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിലെ പിള്ളേർക്ക് മാർക്ക് കുറവായിരുന്നു. ഞാൻ 23 കാര്യമല്ല പറയുന്നത്, ഞങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ഞങ്ങളുടെ സമയത്തെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പിള്ളേർക്കായിരുന്നു എക്സാം ടഫ്. ഓൾ ഇന്ത്യയിൽ അത്യാവശ്യം ഈസി പേപ്പറായിരുന്നു. അന്നേരം ഓൾ ഇന്ത്യയിൽ അത്യാവശ്യം പിള്ളേരെല്ലാം നല്ല രീതിയിൽ സ്കോർ ചെയ്തു. നമ്മുടെ കേരളത്തിലെ പിള്ളേർ ഇത്തിരി മോശമായിപ്പോയി. അങ്ങനത്തെ സാഹചര്യത്തിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് കുറച്ച് പേരെ എയിംസിലേക്കൊക്കെ പോകത്തുള്ളൂ. കാരണം ഇപ്പം എയിംസിലെ കട്ട് ഓഫ് 670 എന്ന് പറയുവാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ 670 ഉണ്ടെങ്കിലല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു കാര്യമുണ്ടല്ലോ. പക്ഷേ ഇപ്രാവശ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ 700 അബൂ തന്നെ ഉള്ള ഒത്തിരി പിള്ളേരുണ്ട്. അതിൽ റിലേറ്റീവ്ലി കഴിഞ്ഞ കൊല്ലത്തിനെക്കാട്ടിൽ അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള കൊല്ലങ്ങളെ അപേക്ഷിച്ച് നല്ല രീതിയിൽ പിള്ളേർ ഓൾ ഇന്ത്യ കോട്ട വഴി അവിടുത്തെ കോളേജസിലോട്ടും എയിംസിലോട്ടും ഒക്കെ പോകും. പിന്നെ ചില കൊച്ചുങ്ങൾ കേരളം തന്നെ മതി, ട്രിവാൻഡ്രം മതി, കോഴിക്കോട് മതി എന്ന് പറഞ്ഞ് കടുംപിടുത്തം പിടിച്ച് നിൽക്കും. ശരിക്കും അങ്ങനെ കടുംപിടുത്തം പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ താഴോട്ടുള്ള പിള്ളേരുടെ ചാൻസസ് ആയിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റത്തുള്ളൂ. അങ്ങനെ കുറേ പേർക്ക് നല്ല മനസ്സ് തോന്നി അവർ പോകണം അങ്ങനെയൊക്കെ.
എടാ ഇപ്പം ഞാൻ നമ്മൾ ചാടിക്കയറി ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ളൊരു കോഴ്സോ ചൂസ് ചെയ്യുന്നതിനെക്കാട്ടിൽ എപ്പോഴും നല്ലത് നിങ്ങൾക്ക് ഒരു അംഗത്തിനും കൂടെ വാല്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ശ്രമിക്കുന്നതായിരിക്കുമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും അതൊരു വേറെ ലെവൽ വികാരമാണ്. ഇപ്പം തന്നെയും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവരുടെ മുന്നിൽ എനിക്ക് വീഡിയോസ് ഇടുന്നത് പോലും ഒരു വല്ലാത്തൊരു സമ്മതം എന്നല്ല, ചില സമയങ്ങളിൽ എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് കിട്ടത്തില്ലടാ. എൻ്റെ നീച്ചോറ് പോലും പറയാനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് കിട്ടത്തില്ല. നിങ്ങൾക്ക് തല ഉയർത്തി എപ്പോഴും നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗവൺമെൻറ് സീറ്റ് തന്നെ ആയിരിക്കും വേണ്ടത്. മാത്രമല്ല ഭയങ്കര ഫീസും കൂടെ അല്ലേടാ നമ്മുടെ കോളേജസിലൊക്കെ വരുന്നത്. 10 lakh അല്ലെങ്കിൽ 9 lakh പെർ ഇയർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ എന്തുമാത്രമായിരിക്കും. ഞാൻ പിന്നെ ഒരു എഡ്യൂക്കേഷൻ ലോണിൻ്റെ വീഡിയോ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഈ എഡ്യൂക്കേഷൻ ലോൺ വെച്ചൊക്കെ പഠിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു വേറെ ലെവല് ഇത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് തന്നെ 10 point സംതിങ് ആണ്. നമ്മൾക്ക് ഇപ്പം കോഴ്സ് കഴിഞ്ഞ് 1 year, അതായത് ഇപ്പം MBBS കഴിഞ്ഞ് നമുക്ക് 1 വർഷം കൂടെ ഉള്ളൂ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഉള്ള സമയം. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേത്തെ വർഷം മുതൽ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുമായിരിക്കും. അത് ഓരോ വർഷവും ഇൻട്രസ്റ്റ് കൂടി വരുവാണെന്നാണ് പറയുന്നത്. മാത്രമല്ല നമ്മളിപ്പം 4 lakhs എബോവ് ലോണിന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ പ്രോപ്പർട്ടി കൊടുക്കേണ്ടി വരും. പക്ഷെ പ്രോപ്പർട്ടി കൊടുക്കുന്നതിന് സീനുണ്ടടാ. വീടുള്ള പ്രോപ്പർട്ടിയൊക്കെ ആണെങ്കിലേ നല്ല എമൗണ്ട് കിട്ടത്തുള്ളൂ. ആ വീടുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ തന്നെയും 30 lakhs 40 lakhs ഒക്കെ മാക്സിമം കിട്ടത്തുള്ളൂ. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. 9 lakh ഇൻറ്റു 5 years എന്ന് പറയുമ്പോൾ 45 lakh തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ബാക്കി പൈസ നമ്മൾ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ. അതും ഞാൻ പറയാം, അത്യാവശ്യം നല്ല പ്രോപ്പർട്ടി നല്ലൊരു വീടും ആണെങ്കിലൊക്കെ തന്നെയേ ഉള്ളൂ അത്രയും എമൗണ്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ വെച്ചും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചാടിക്കയറി ഒരു തീരുമാനം എടുക്കുന്നതിനേക്കാട്ടിലും നല്ലത് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും കൂടെ ശ്രമിക്കുന്നതാണെന്നേ ഞാൻ പറയത്തുള്ളൂ. നമുക്ക് പറ്റുമടാ, നമുക്ക് പറ്റും. കാരണം ഇപ്പം ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് NCERT ബേസ്ഡാണ് ഫുള്ള് ക്വസ്റ്റ്യൻസും വരുന്നത്. അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യൻസ്, അതിൽ തന്നെ ടഫ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഔട്ടായിട്ട് ടഫ് ആക്കുന്നില്ല. ഇപ്പോൾ ബയോളജി ആണെങ്കിലും ആ 360 out of 360 NCERT തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഓരോ കൊല്ലം ഓൾട്ടർനേറ്റ് ആയിട്ട് ടഫായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലത്തെ അപേക്ഷിച്ച് ഇത്തിരി ടഫായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എക്സാം ടഫ് ആവുന്നതാണ് റിപ്പീറ്റേഴ്സിനും റീറിപ്പീറ്റേഴ്സിനും ഒക്കെ നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അത്യാവശ്യം കാര്യം അറിയാവുന്നവരാണെങ്കിൽ ഈ ട്രെയിനിങ് കിട്ടിയവർ മാത്രമേ കടന്നു പോകത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഈ ഫസ്റ്റ് ചാൻസ് കയറുന്നവർക്ക് തന്നെ അത്യാവശ്യം നല്ല മാർക്ക് കാണും. അപ്പം നമ്മുടെ ആ ഒരു അവസരമാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റിപ്പീറ്റേഴ്സിനും എപ്പോഴും നല്ലത് ക്വസ്റ്റ്യൻസ് ടഫ് ആവുന്നത് തന്നെയാണ്. ഞങ്ങളുടെയൊക്കെ സമയത്തെന്ന് പറയുന്നത് 490 ഒക്കെ സ്കോർ ഉണ്ടായിരുന്നെങ്കിലും 7000 ഒക്കെ ആയിരുന്നു റാങ്ക്. അത്രയൊക്കെ മതിയായിരുന്നു ഒരു സെൽഫ് കോളേജിലോ അല്ലെങ്കിൽ അഡ്മിഷനൊക്കെ കിട്ടാൻ. പക്ഷെ ഇപ്പം അങ്ങനെയാണോ? ഈ എക്സാം ഈസി ആയാലുള്ളൊരു പ്രശ്നം അതാണ്. കട്ട് ഓഫ് ഭയങ്കര കൂടുതലായിരിക്കും. മാത്രമല്ല ഈ ചില ക്വസ്റ്റ്യൻസ് ഈസി. എൻ്റെ ശാലു തന്നെ, എൻ്റെ അനിയത്തി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾക്കെന്തോ ബി കോംപ്ലിമെൻറ്റ് നമ്മുടെ സെമി കണ്ടക്ടറിൽ ഒരു ക്വസ്റ്റ്യൻ അവൾക്ക് ബി കോംപ്ലിമെൻ്റ് ആണെന്ന് അറിയാമായിരുന്നു. പക്ഷെ അവൾ വരെ ചിന്തിച്ചു ഇത്ര ഈസി ആയിട്ട് ചോദിക്കുമോ ഫിസിക്സ് എന്ന് വിചാരിച്ചിട്ട് അവൾ വേറെ എന്തൊക്കെയോ ചിന്തിച്ച് വേറൊരു ആൻസർ ഇതാക്കി, വേറെ അത് തെറ്റിപ്പോയി. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ ഒത്തിരി ഈസി ആകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തോ നീറ്റിൻ്റെ ക്വസ്റ്റ്യനാണ് അത്യാവശ്യം ബ്രില്യൻ്റിൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും അത്യാവശ്യം ഒരു ലെവൽ ക്വസ്റ്റ്യൻസാണ്. അതിൻ്റെ നീറ്റിന് ഇത്ര ഈസി ആയിട്ടൊക്കെ വരുമോ? ഇപ്പോൾ ഏറ്റവും വേവ് ലെങ്ത് കൂടി ലൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ റെഡ് ആണെന്ന്. പക്ഷേ ചിലപ്പോൾ ഇത്ര ഈസി ആയിട്ട് ചോദിക്കുമെന്ന് വിചാരിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് വേറെ മാർക്ക് ചെയ്യുന്ന പിള്ളേർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് പരിശ്രമിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ ഒന്നും കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടാവുന്നതേ ഉള്ളൂ. കാരണം നമുക്ക് എന്തൊക്കെ തെറ്റാണ് ഇപ്രാവശ്യം പറ്റിയതെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് മനസ്സിൽ ചിന്തിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഉറപ്പായിട്ടും കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പം ഈ 2025 നീറ്റ് ആസ്പിറൻസിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എന്തായാലും ഒരു കൊല്ലം ചില പിള്ളേർ പോകും, ഞാനടക്കം അങ്ങനെയാണ് പോയത്. നമ്മൾ എന്തായാലും ഒരു കൊല്ലം കഷ്ടപ്പെടാൻ പോവാം. അപ്പോൾ അതുവരെ മാക്സിമം അടിച്ചു പൊളിച്ചിട്ട് പോവാം. അങ്ങനെ ഒരു മൈൻഡായിരിക്കും നിങ്ങൾക്ക് ഭൂരിഭാഗം പേർക്കും. അതായത് അടുത്ത ബാച്ച് ജോയിൻ ചെയ്യുന്ന നിങ്ങൾക്ക്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ബയോളജി എങ്കിലും ഒന്ന് തറവാക്കിയിട്ട് പോവുക. തറവാക്കിയിട്ടല്ല, ചുമ്മാ ഇപ്പം നമ്മൾ ഈ 12th എക്സാം കഴിഞ്ഞിട്ട് പിള്ളേർ മൊത്തം ഒരു പാർട്ടി മൂഡിലായിരിക്കും. കുറേ അടിച്ചും പൊളിച്ച് ഫ്രണ്ട്സുമായിട്ടൊക്കെ കറങ്ങി ഏറ്റവും അവസാനം ഡയറക്റ്റായിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ് നമ്മൾ ഈ ബ്രില്യൻ്റെ കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇത് കാണുമ്പോൾ നമുക്ക് പഠിച്ചവർക്ക് പോലും ഇതെന്തുവാന്നൊരു ഓർമ്മ കാണത്തില്ല. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ടച്ച് കളയാതിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യം ഒരു ഡോക്ടറാവാനാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ഒരു ഡോക്ടറാണ് എന്നുള്ള രീതിയിൽ, ഡോക്ടർമാരുടെ ലൈഫ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്ട്രഗ്ലിങ് ലൈഫ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫേസിലൂടെ നിങ്ങൾ സ്വന്തമായിട്ടൊരു ഡോക്ടറാണ്, നിങ്ങൾക്ക് ഡോക്ടർ ആവണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൽ ഇപ്പോഴേ ഒന്ന് തുടങ്ങുക. അത്യാവശ്യം കുറച്ച് ടച്ച് വിട്ട് പോകാതിരിക്കുക. അവിടെ ചെന്നിട്ട് ആദ്യം കാണുന്ന അവസ്ഥ ഉണ്ടാക്കരുത്.
പിന്നെ അന്നേരം ബയോളജി നന്നായിട്ട് വായിക്കുക. പിന്നെ ബ്രില്യൻറ്റിലെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു കുറേ അവിടുത്തെ മെറ്റീരിയലിന് പുറമെ കുറേ ഔട്ട് ടെക്സ്റ്റ് ഒക്കെ തരും. ആദ്യത്തെ ആവേശത്തിൽ അതെല്ലാം കൂടെ ചാടിക്കയറി വായിച്ച് അവിടെ നിന്നൊന്നും ഓർമ്മ കിട്ടുന്നില്ല, ഇവിടെ നിന്നൊന്നും ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വഷളാക്കാതെ നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ബ്രില്യൻറ്റിലെ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. കാരണം ബ്രില്യൻറ്റിലെ മെറ്റീരിയൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അവിടെ ആ ടഫായിട്ടുള്ള ബുക്ക് അന്ന് ഞങ്ങളുടെ സമയത്ത് അതിന് വേറെ ആയിരുന്നു. ഇപ്പം എന്തോ പേരെന്ന് എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെ ഇതാക്കാതിരിക്കുക. അപ്പോൾ പരമാവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. പിന്നെ വേറെ ഒരു ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്രില്യൻറ്റിൻ്റെ വീക്ക്ലി എക്സാംസിന് അത്യാവശ്യം ഔട്ട് ചോദിക്കും. കാരണം 3 ചാപ്റ്റർ ആയിരിക്കും എക്സാമിനുള്ളത്. ഫിസിക്സിൽ നിന്ന് ഒരു ചാപ്റ്റർ, കെമിസ്ട്രിയിൽ നിന്ന് ഒരു ചാപ്റ്റർ, ബയോയിൽ നിന്ന് ഒരു ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 360, ബയോളജിയിൽ എന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ 360 ക്വസ്റ്റ്യൻസ് വരണമെങ്കിൽ അവരെ ബുക്കൊന്നും മൂലയ്ക്കൊന്നും ഒക്കെ ചോദിക്കും. എന്നിട്ട് പോലും 360 ആവത്തില്ലല്ലോ. അന്നേരം അവർ കുറച്ച് ഔട്ടൊക്കെ ചോദിക്കും. അന്നേരം നമ്മൾ ഈ ബ്രില്യൻറ്റിൻ്റെ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റാങ്കും കുറയും, നമ്മുടെ കോൺഫിഡൻസും കുറയും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. നിങ്ങൾ പരമാവധി ഇപ്പോൾ അഥവാ ഇത്തിരി കുറഞ്ഞാലും ഒരു B+ലോട്ടൊന്നും പോകാതിരിക്കാൻ നോക്കുകയാണ്. ഒരു A+ മെയിൻറ്റെയിൻ ചെയ്യുക. A+ പറ്റിയില്ലെങ്കിൽ കൂടെ ഒരു A മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു ഹോപ്പാണ്. B+ലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ തുടക്കത്തിൽ തന്നെ ഒരു കോൺഫിഡൻസ് പോകാൻ ഉള്ളൊരു ഇതുണ്ട്. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രില്യൻറ്റ് എക്സാമിന് ഇത്തിരി മാർക്ക് സ്കോർ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കോൺഫിഡൻസ് വരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഓരോ ബാച്ച് ഉണ്ടല്ലോ. അവിടെ ഇപ്പം A മുതൽ കുറേ ബാച്ച് കാണും. അപ്പോൾ A ബാച്ചിൻ്റെ എക്സാമിൻ്റെ ടോപ്പിക്സ് ആയിരിക്കത്തില്ല ചിലപ്പോൾ C ബാച്ചിന്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു 1-2 ആഴ്ച പറ്റത്തില്ല. പക്ഷെ പിന്നെ നിങ്ങൾക്ക് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ബാച്ചിന് എക്സാം കഴിഞ്ഞ ടോപ്പിക്സ് ആയിരിക്കും. അപ്പോൾ അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് നല്ല ആടാണ്. നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നത് അത് നല്ലതാണ്. ഇത് ബ്രില്യൻറ്റിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാനും നിങ്ങൾക്ക് നല്ല, അതായത് നിങ്ങളുടെ എക്സാമിന് ഇതേ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാനും നിങ്ങൾക്ക് നല്ലതാണ്. പിന്നെ അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യല്ല. ഒറ്റയടിക്ക് 360 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യല്ലേ. അപ്പോൾ അത് നല്ലതായിരിക്കും. മാത്രമല്ല ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ചാപ്റ്ററിൻ്റെ മുക്കിൽ നിന്നും മൂലയിൽ നിന്നൊക്കെ കാണും. നമ്മളിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്നല്ലേ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടത്തുള്ളൂ. എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ഒക്കെ തന്നെ നീറ്റിന് കുറേയേറെ ക്വസ്റ്റ്യൻസ് എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ എന്നല്ലേ ബയോ ഒക്കെ വരാറ്. മുക്കൊന്നും മൂലയിൽ നിന്നൊക്കെ ചോദിക്കും. എന്നാലും ഞാൻ പറഞ്ഞത് അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ 2-3 ബാച്ചിൻ്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ മുക്കൊന്നും മൂലയ്ക്കൊന്നും എന്തൊക്കെ ചോദിക്കാം ആ ഒരു രീതിയിലൊരു ഐഡിയ ഒക്കെ കിട്ടും. അപ്പോൾ അത് നല്ലതാണ്. പിന്നെന്താ, ഫിസിക്സ് അത് തന്നെ ഉള്ളു പറയാൻ. അത്യാവശ്യം കാടിറങ്ങി ടെക്സ്റ്റൊക്കെ വായിച്ച് നാശകോടാലി ആക്കാതെ നിങ്ങൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ, അത്യാവശ്യം തിയറി, വേണ്ടുന്ന തിയറി പഠിക്കുക. ഇക്വേഷൻസ് ഒരു ബുക്കിൽ എഴുതി വെക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. കെമിസ്ട്രി അത് തന്നെ, ഓർഗാനിക്കിലൊക്കെ അത്യാവശ്യം ബേസ് വേണം. ക്ലാസ്സിലൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അവിടെ ഇവിടെയൊക്കെ വായി നോക്കിക്കൊണ്ടിരുന്നിട്ട് പിന്നെ കൊണ്ട് കളയരുത്. കാരണം ഓർഗാനിക്കൊക്കെ പോയാൽ കഴിഞ്ഞാൽ പിന്നെ പോയത് തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങൾക്ക് ബ്രില്യൻറ്റിൽ നിന്ന് ഒരു ടാബൊക്കെ തരും. സാധാരണ ഞങ്ങളുടെയൊക്കെ സമയത്തെന്ന് പറഞ്ഞാൽ മറ്റേ കുത്തുന്ന ഫോൺ മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ റെഫർ ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇതൊക്കെ തരും. നമുക്കെന്ന് വെച്ചാൽ ക്ലാസ്സിൽ നിന്ന് കിട്ടുക, ക്ലാസ്സിൽ നിന്ന് നോട്ട് എഴുതിയെടുക്കുക. നമ്മൾ എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് റീഡ് ചെയ്തത്. നിങ്ങളുടെ സമയത്തെന്ന് പറയുമ്പോഴത്തേക്കും ഈ ക്ലാസ്സൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്യും, വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ചില ക്ലാസ് അഥവാ മിസ്സായാലോ അല്ലെങ്കിൽ അധികം ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിലോ മനസ്സിലായില്ലെങ്കിലോ നിങ്ങൾക്ക് മറ്റേ ബ്രില്യൻറ്റിൻ്റെ ആപ്പിൽ കിട്ടുന്ന ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോസ് വെച്ച് പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടുമെന്നുള്ളൊരു കോൺഫിഡൻസിൽ തന്നെ നിങ്ങൾ പോവുക. അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് ചെയ്യാം. നമുക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യാം. നമ്മൾ ഇപ്പം നിങ്ങൾ ഈ വീഡിയോയുടെ തന്നെ കമൻറ്റ് സെക്ഷനിൽ തന്നെയും കാണും. ഒത്തിരി ഉഴപ്പിപ്പോയി ചേച്ചി, 1 മാസം ഞാൻ ഉഴപ്പിപ്പോയുള്ളൂ, എന്നിട്ട് എനിക്ക് ഇത്ര മാർക്കൊക്കെ ഉള്ളൂ. അതൊക്കെ നിങ്ങളൊന്ന് വായിക്കുക. എന്നിട്ട് മനസ്സിലാക്കുക ഇത് നിസ്സാരപ്പെട്ട കളിയല്ല. നമ്മൾ 1 മാസമോ 1 ആഴ്ചയോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഫുള്ള്, അതായത് ഈ ഒരു വർഷം നിങ്ങളുടെ ഫുൾ 100% കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ കാണുന്നില്ല നമ്മുടെ ചുറ്റുമുള്ള കൊച്ചുങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിലവിളിച്ച് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും, അതായത് ഒരു വട്ടം വീണ്ടും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രഷായിട്ട് പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ 100% കൊടുത്ത് പഠിക്കാൻ നോക്കുക. പിന്നെ ഇപ്പോൾ പലരും മൂക്കില രാജ്യത്തെ മുറുമുക്കൻ രാജാക്കന്മാരായിരിക്കും. കാരണം സ്കൂൾ ഫസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ജില്ലയിലെ ടോപ്പറായിരിക്കും. പക്ഷെ നിങ്ങൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത് എല്ലാ ജില്ലയിലെയും ടോപ്പേഴ്സുമായിട്ടായിരിക്കും. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് ചിലയിടത്ത് പതറിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടും. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഒരു കമ്പാരിസൺ കൊണ്ടുവരാതിരിക്കുക. കമ്പാരിസൺ കൊണ്ടുവരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ അതൊരു മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ മാത്രം കൊണ്ടുവരിക. ചിലവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആളെ നോക്കിയോ എനിക്ക് അത്രയും പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ടെൻഷനാണ്. അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾ പരമാവധി മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാതിരിക്കുക. നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും, നല്ല ടഫായിരിക്കും എന്ന് തന്നെ മനസ്സിനെ പറഞ്ഞ് പ്രിപ്പയർ ചെയ്ത് പോകാം. നമ്മൾ എന്തും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം പോകാൻ. ശരിക്കും ഇത് എത്ര ഒരു സിമ്പിളായിട്ടുള്ള ടാസ്ക് അല്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ശരിക്കും കുറച്ച് വിഷമിക്കും. കാരണം നമുക്ക് ചിലപ്പോൾ മാർക്ക് കുറവായിട്ടുള്ള സാഹചര്യങ്ങളിലും അവിടെ നല്ല മാർക്കൊക്കെ കാണും. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും പതറി പോകാതിരിക്കുക. പരമാവധി കൂളായിട്ടിരിക്കുക. നമ്മൾ അവസാനം വരെ നമുക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ പഠിക്കുക. അപ്പോൾ അത്ര ഉള്ളതാണ്.
നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ ആ ഒരു കോൺഫിഡൻസിലപ്പം പഠിക്കുക. പിന്നെ പാർഷ്യൽ ഡ്രോപ്പേഴ്സിൻ്റെ കാര്യം, എടാ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു കോഴ്സ് ചൂസ് ചെയ്യാൻ. പക്ഷേ അതിപ്പം ശരിക്കും പറഞ്ഞാൽ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് ഒരു ഐഡിയ വന്നത്. ഞാൻ ആ ഒരു നല്ലൊരു കോഴ്സ് ചൂസ് ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം സൂപ്പർ റിപ്പീറ്റേഴ്സ് ഒക്കെ അല്ലേടാ. സൂപ്പർ റിപ്പീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ് ഒരുവിധം ഇപ്പോൾ BDS വരെയൊക്കെ വരും. അപ്പം ഞാൻ ഉദ്ദേശിച്ച ആ ഒരു കോഴ്സ് തന്നെ എടുക്കണം. പക്ഷെ പ്രശ്നം വരുന്നതെന്നുണ്ടല്ലോടാ, ഈ BDSനൊക്കെ ഫൈൻ എന്ന് പറയുന്നത് 5 lakhs ആണ്, 3 to 5 lakhs ആണ് നമ്മൾ ബോണ്ട് സൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കോഴ്സ് 1 year കഴിഞ്ഞ് ഡ്രോപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ അഥവാ നീറ്റിൽ നിങ്ങൾക്ക് MBBS കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ അത്ര എമൗണ്ട് ഫൈൻ കൊടുക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സൂപ്പർ റിപ്പീറ്റേഴ്സിന് നിങ്ങൾക്ക് ഒന്നും കൂടെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സേഫായിട്ടുള്ളൊരു ഇതെന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സ്, ഏതെങ്കിലും ഒരു BSc കോഴ്സിന് ജോയിൻ ചെയ്യുകയാണ്. അതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം പഠിക്കാൻ നല്ല രീതിയിൽ സമയം കിട്ടുമടാ. കാരണം ഈ BDS BSc അതിനെയൊക്കെ അപേക്ഷിക്കുമ്പോൾ ഇതും കൂടെ പഠിക്കാൻ സിമ്പിളാണ് നമ്മുടെ ഈ ഡിഗ്രി കോഴ്സ്. മാത്രമല്ല ഇപ്പം നമ്മൾ സബ്ജക്റ്റ്, അതായത് ഇപ്പം കെമിസ്ട്രിയോ ഫിസിക്സോ ഒക്കെ എടുക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് സെം എന്ന് പറയുന്നത് നമ്മുടെ നീറ്റുമായിട്ട് ഭയങ്കര സിമിലാരിറ്റീസ് ആയിരിക്കും. അന്നേരം നിങ്ങൾക്ക് പഠിക്കാനും ഒക്കെ ഇത്തിരി കൂടെ സുഖമായിരിക്കും. പക്ഷേ BDS ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫൈനും കൊടുക്കണം. മാത്രമല്ല അത്യാവശ്യം നല്ല പ്രഷറും കാണും. അപ്പം സൂപ്പർ റിപ്പീറ്റേഴ്സ് എനിക്ക് ഇപ്പോൾ പാർഷ്യൽ ഡ്രോപ്പേഴ്സിൻ്റെ കാര്യത്തിലാണ് എനിക്കൊരു ഡൗട്ട്. അപ്പം നിങ്ങൾ വയസ്സായിട്ട് ചൂസ് ചെയ്യുക. നിങ്ങൾക്കിപ്പം എനിക്കൊന്നും കൂടെ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു എലമെൻറ്റ്, നമുക്കിപ്പോൾ എത്ര ശ്രമിച്ചിട്ടും നമ്മളെ പിൻവലിക്കുന്ന ആ ഒരു എലമെൻറ്റ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയും ഇങ്ങനെ നമ്മുടെ ലൈഫ് ഇതുകൊണ്ട് മാത്രം അത് തീർക്കാനുള്ളതല്ലല്ലോടാ. ചിലപ്പോൾ നിങ്ങളൊന്ന് മാറി വേറൊരു കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ മെൻ്റലി ഓക്കെ ആയിക്കോളും. അപ്പോൾ അങ്ങനെ ഓക്കെ ആയിക്കോളും. എനിക്ക് വയ്യ അങ്ങനെയൊക്കെ തോന്നുന്നവരാണെങ്കിൽ അങ്ങനെയൊക്കെ ജോയിൻ ചെയ്യുക. പിന്നെ എനിക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്യണം എന്ന് തോന്നുന്നവർ ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള കോഴ്സ് എടുത്ത് ജോയിൻ ചെയ്യുക. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ റിപ്പീറ്റേഴ്സിന് റിലേറ്റീവ്ലി ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഓൺലൈൻ ആയിരിക്കും ഇവിടെ. കാരണം ഇപ്പം നിങ്ങൾ ഒരു വർഷം ഓഫ്ലൈൻ ചെയ്ത് നിങ്ങൾക്ക് ഏകദേശം തിയറിയൊക്കെ കുറേയെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയായിരിക്കും. നമുക്കൊന്നും അറിയത്തില്ല എന്ന് തോന്നുന്നെങ്കിൽ പോലും നമുക്ക് കുറേയൊക്കെ അറിയായിരിക്കും. നമ്മൾ വീണ്ടും റിപ്പീറ്ററായിട്ട് ഓഫ്ലൈൻ ജോയിൻ ചെയ്താലുള്ള പ്രശ്നം എന്ന് പറയുന്നത് 8 to 4 പിള്ളേരിൽ തന്നെ ക്ലാസ് കാണും. അപ്പോൾ ഈ 8 to 4 ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ബാക്കിയുള്ള സമയം നമുക്ക് പഠിക്കാൻ കിട്ടത്തുള്ളൂ. അതേസമയം ഇപ്പോൾ ഓൺലൈനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഡെയിലി ആകെ 2 ക്ലാസ്സസ് ഒക്കെ കാണത്തുള്ളൂ. മാത്രമല്ല ബാക്കി സമയം നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടും. ഇപ്പോൾ ആ ലൈവ് സെഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക് ആണെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ കാണാതിരിക്കാമെന്നല്ല, വേണമെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് വീഡിയോസ് കാണാം. റെക്കോർഡഡ് വീഡിയോസ് കാണുമ്പോഴത്തെ ഒരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആ ഒരു ഏരിയ അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് കാണാം. കേട്ടോ, മനസ്സിലായോ? പിന്നെ ഈ നമ്മൾ ഓൾറെഡി കുറേ ഈ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് തിയറി ക്ലാസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ ആണെങ്കിൽ ഒരു 15 മണിക്കൂറോ അല്ലെങ്കിൽ എന്തായാലും കുറഞ്ഞ ഒരു 8 മണിക്കൂർ വീഡിയോ ഒക്കെ കാണാം. അപ്പം പല സെഷൻസ് ആയിട്ടായിരിക്കും. അപ്പം നിങ്ങൾ ആദ്യം വിചാരിക്കും ഈ പല സെഷൻസ് ആയിരിക്കും, 1 മണിക്കൂറിൻ്റെയൊക്കെ 2-3 സെഷൻസ് ആയിരിക്കും. എന്നിട്ട് നിങ്ങൾ ആദ്യം വിചാരിക്കും എന്നാൽ പിന്നെ ഫുള്ള് തിയറി ഇരുന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. പക്ഷേ അത് നടക്കുന്ന പരിപാടിയല്ല. കാരണം നമ്മൾ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് ഈ 8-9 മണിക്കൂർ ക്ലാസ് കാണുമ്പോൾ തന്നെ നമ്മൾ എക്സോസ്റ്റഡ് ആവും. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ അതായത് ഇത്രയും വലിയ ടോപ്പിക്സ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ആദ്യം 1 മണിക്കൂർ സെഷൻ കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻസ് എഴുതി വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഈ ക്ലാസ് ഫുള്ള് കണ്ടിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് വിചാരിക്കുന്ന കാര്യം നടക്കുന്ന കാര്യമല്ല. ഇത്രയും വലിയ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയാത്ത സാഹചര്യമാണ് ഈ പറയുന്നത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് സജസ്റ്റ് ചെയ്യുന്നൊരു ബുക്ക് MDG ആണ്. MDG എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ സ്റ്റേറ്റിലെയും അവരുടേതായ എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസ് കാണും. അത് വാല്യൂ പോലും മാറ്റാത്ത ചില സാഹചര്യങ്ങളിൽ നീറ്റിന് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതാണ്. കാരണം നമ്മുടെ കേരളത്തിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, മഹാരാഷ്ട്ര ഉണ്ട്, ജമ്മു കാശ്മീർ ഉണ്ട്, അങ്ങനെ എല്ലാ ഓരോരോ സെപ്പറേറ്റ് സ്റ്റേറ്റിൻ്റെയും എൻട്രൻസ് ലെവൽ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എന്നുവെച്ചാൽ എല്ലാ സ്റ്റേറ്റും അവരുടെ ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലേടാ. അന്നേരം തന്നെ ഏകദേശം എല്ലാ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കുക. ഞാൻ ഫീൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു അംഗത്തിനും കൂടെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചൂസ് ചെയ്യുക. അല്ലാതെ ചാടിക്കയറി ഇതിനൊക്കെ വരാതിരിക്കുക. എൻ്റെ ഒരു ഇതുകൊണ്ടും കൂടെ പറഞ്ഞതാണ്. പിന്നെ മെയിനായിട്ട് എനിക്ക് അങ്ങനെ പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഇല്ല. നിങ്ങൾക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ പരമാവധി നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ ഇപ്പോഴേ അനാവശ്യമായിട്ട് ടെൻഷൻ കയറ്റാതിരിക്കുക. ഇപ്പോൾ ഈ റിപ്പീറ്റേഴ്സും ഒക്കെ നിങ്ങൾ ഈ 1 മാസം നിങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ റാങ്ക് വരും, ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കത്തില്ല. അപ്പം വീണ്ടും ടെൻഷനായിരിക്കും. എനിക്കറിയാം, അത് ഓർത്ത് നിങ്ങൾക്കൊരു സമാധാനം കിട്ടത്തില്ല. എന്നാലും പരമാവധി നിങ്ങൾ മൈൻഡിനെ കൂളാക്കി വെക്കുക.
നിങ്ങൾ സ്ഥിരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കാണുമല്ലോ, നിങ്ങൾക്ക് അവിടെ വരുമ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇത്തിരിയൊക്കെ ജസ്റ്റ് മിസ്സിനൊക്കെ പോകുന്നൊരു പേടിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ട്രോമയായിരിക്കും. കാരണം നിങ്ങൾ ഭിത്തിയിൽ പല പല സ്റ്റിക്കി നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ടാവും, ടൈം ടേബിൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് പഠിച്ചതും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പലപ്പോഴും ടെൻഷൻ അടിച്ച് കരഞ്ഞതും ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ വരും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ട്രോമയിലിരിക്കുന്നവർ ആ റൂം അങ്ങ് വിടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ സംഭവം നോട്ട്സൊക്കെ ഒന്ന് ഇളക്കി മാറ്റി വെക്കുക. പരമാവധി ഒരു റൂമിൽ മാത്രം കയറി അടച്ചിരിക്കാതെ നിങ്ങൾ ഇത്തിരി സോഷ്യലാവുക, വീട്ടിലെല്ലാവരോടും സംസാരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ 20s അല്ലെങ്കിൽ 20s സ്റ്റാർട്ടിംഗ് ആണ്. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ലൈഫ് അങ്ങോട്ട് കിടപ്പുണ്ട്. ഇപ്പോൾ ഇതിന് കിട്ടിയില്ല എന്ന് വിചാരിച്ച് സൂയിസൈഡ് ചെയ്യുക, അങ്ങനെ തോട്ട്സ് ഒന്നും കൊണ്ടുവരികയേ ചെയ്യരുത്. നിങ്ങൾക്കറിയാൻ പറ്റത്തില്ല ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിലും വലുത് മീൻസ് ബാഡ് എക്സ്പീരിയൻസ് അല്ലാടാ ഞാൻ ഉദ്ദേശിച്ചത്. ഇതിലും മെച്ചപ്പെട്ട വേറെ എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളോട് എടുത്തു വെച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ടൈം കിട്ടിയില്ല, അതും ഒരു ഇതാണ്. അന്ന് ഞാൻ വല്ല സൂയിസൈഡ് ചെയ്യാനോ ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ലൈഫ് എനിക്ക് ഒരിക്കലും ഉണ്ടാവത്തില്ലടാ. ഒരു മിനിറ്റേടാ, മിക്കവാറും എനിക്ക് വീഡിയോയിൽ കേൾക്കാൻ പറ്റി കാണും. എൻ്റെ ഫ്രണ്ട് വിളിച്ചതാണ് ഫുഡ് കഴിക്കുന്ന കാര്യം ചോദിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതാ, അന്ന് ഞാനത് അങ്ങനെ ഇതാക്കിയായിരുന്നെങ്കിൽ എനിക്കിപ്പോഴും ഇങ്ങനെ ഇരുന്ന് നിങ്ങളോടിത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്നും കൂടെ പോയത്, എല്ലാവരും മനുഷ്യരാണ്, ഞാൻ പോലും ആ ഒരു തോട്ടിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ പിന്നെ അങ്ങ് മരിച്ചാലോ എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടെൻത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അത്യാവശ്യം കുറച്ച് പഠിക്കുന്നവർക്കൊക്കെ ഒരു ആഗ്രഹം കാണുമല്ലോ ഫുൾ A+ കിട്ടുമെന്ന്. എനിക്കാണെങ്കിൽ ഒരു 5ാം ക്ലാസ് മുതലുള്ള ആഗ്രഹമാണ് 10th ഫുൾ A+ മേടിക്കണം എന്നുള്ളത്. അപ്പം ഞങ്ങളുടെ സമയത്തെന്ന് പറയുന്നത് ഞാൻ 17 പാസ് ഔട്ടാണ് കേട്ടോ. 10th SSLC 17 പാസ് ഔട്ടാണ്. സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മാത്സ് എക്സാം എന്ന് പറയുന്നത് എനിക്ക് നല്ല ടഫായിരുന്നു. എനിക്കല്ല, പൊതുവേ നല്ല ടഫായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ കൊല്ലം വിമലഹൃദയ സ്കൂളിലാണ്. എൻ്റെ വീട് കരുനാഗപ്പള്ളിയാണ് കേട്ടോ. കരുനാഗപ്പള്ളിയിൽ നിന്ന് കൊല്ലം വരെ അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ. അന്ന് തന്നെ 22 രൂപയോ 23 രൂപയോ എങ്ങാണ്ടാണ് 2017 വീട്ടിൽ നിന്ന് അവിടെ വരെ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എക്സാം എഴുതി, ടഫാണ്. നമ്മുടെ ഈ കൊല്ലങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമാണ് അങ്ങനത്തെ ഇല്ലാണ്ടായി പോകുന്നത്. എന്നാൽ പിന്നെ എനിക്ക് വീട്ടിലെത്താൻ 2 ബസ് കയറണം. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇറങ്ങിപ്പോയെന്ന് മരിച്ചാലോ എന്നുള്ളൊരു തോട്ട് വരെ വന്നു. പിന്നെ എന്തെങ്കിലും എനിക്കങ്ങ് സഹിക്കാൻ വയ്യ. പിന്നെ നമ്മൾ പലവരെ ഓർക്കുമല്ലോ. അങ്ങനെ ഞാൻ വീട്ടിലൊക്കെ ചെന്ന് അമ്മയ്ക്ക് പോലും എന്നെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകാനായിട്ടൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എനിക്ക് വന്നൊരു ഗോൾഡൻ ചാൻസ് എന്ന് പറയുന്നത് പേപ്പർ എന്തോ ലീക്കായണം. ഞങ്ങളുടെ പ്രാവശ്യം അതാണ് ഒരു വെറൈറ്റി നല്ല ഇതുവരെ നടക്കാത്തൊരു സംഭവം നടന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി. അങ്ങനെ ഞങ്ങളുടെ മാത്സിന് ആദ്യമായിട്ട് റീടെസ്റ്റ് വരുവാണ്. ആ റീടെസ്റ്റ് ഞാനങ്ങ് കലക്കി പൊളിച്ചതാണ്. അങ്ങനെ എനിക്ക് എന്തായാലും 10th ഫുൾ A+ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറെ ഒരു കാര്യം, അന്നൊന്നും ഞാൻ അങ്ങനെ ഇതാവാൻ പോയായിരുന്നെങ്കിൽ ഇന്നിവിടെ ഇരുന്നത് പറയാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ വേറെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുറേയേറെ ഒരു ഭാഗ്യത്തിൻ്റെ എലമെൻറ്റും കൂടെ ഉണ്ട്. എനിക്കെന്നല്ല, എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെ ഒരു എലമെൻ്റ് ഉണ്ട്. എനിക്കിതുപോലെയായിരുന്നു. എനിക്ക് +1 5 A+ 1 A ആയിരുന്നു. അത് പോയത് മാത്സിനായിരുന്നു. മാത്സ് എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് 80 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പം ഫുൾ മാർക്ക് 12th ഫുൾ മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ എനിക്ക് ഫുൾ A+ കിട്ടത്തുള്ളൂ. 5 A+, ബാക്കി എല്ലാത്തിനും A+ ആണ്. അത്യാവശ്യം നല്ല ഭേദപ്പെട്ട മാർക്കും ഉണ്ട്. മാത്സിന് പണി കിട്ടി, 80 ഉള്ളൂ. അതിന് അടുത്ത പ്രാവശ്യം എനിക്ക് 100 സ്കോർ ചെയ്താലേ 200 ഔട്ട് ഓഫ് 180 കിട്ടിയിട്ട് എനിക്ക് A+ കിട്ടത്തുള്ളൂ. അപ്പം എല്ലാവരും ചേച്ചിമാരൊക്കെ പറയും 12th ഭയങ്കര ടഫാണ്. എന്നിട്ട് ഞാനും കയ്യിൽ നിന്ന് പോയി ആ ഒരു ലെവൽ ഓഫ് ഇതായിരുന്നു. പിന്നെ ഞാൻ കഷ്ടപ്പെട്ടിരുന്നങ്ങ് പഠിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മാത്സ് ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു. ഇപ്പോൾ 10th എനിക്ക് 12th ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ ഒരു പേടി മാറുന്നത്. എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ ട്യൂഷൻ ടീച്ചേഴ്സ് വരെ എൻ്റെ ഡെഡിക്കേഷൻ കണ്ടിട്ട് എൻ്റെ കൂടെ ഇരിക്കുമായിരുന്നു. സാറ് എൻ്റെ കൂടെ ഞാൻ മാത്സിന് കിട്ടാതായപ്പോൾ സ്പെഷ്യൽ ട്യൂഷന് പോയി കേട്ടോ. അങ്ങനെ 9 മണി 10 മണി വരെ സാർ എൻ്റെ ഡെഡിക്കേഷൻ കണ്ടിട്ട് എൻ്റെ കൂടെ ഇരുന്ന് പഠിപ്പിക്കുമായിരുന്നു. ബാക്കിയുള്ള പിള്ളേരും ഞാൻ ഇരുന്ന് പഠിക്കുന്ന കണ്ടിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് ഈ കുറച്ച് നല്ല മാർക്ക് ലോ ഉള്ളവർ, അതായത് അടുത്ത പ്രാവശ്യം ഡബിൾ പാസ് കിട്ടിയാലേ ജയിക്കത്തുള്ളൂ, അങ്ങനത്തെ ഉള്ള കുറച്ച് കോച്ചുകളുണ്ടായിരുന്നു. അതിൽ അവരും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവർ വരെ എൻ്റെ ഡെഡിക്കേഷൻ കണ്ടിട്ടിരുന്ന് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് മാത്സിൽ +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 100 ഔട്ട് ഓഫ് 100 ആയിരുന്നടാ. കാരണം അത് എൻ്റെ ലൈഫിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എന്നെ പഠിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു കാര്യമാണോ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ഡെഡിക്കേഷനിൽ നമ്മൾ ചെയ്താൽ നമ്മുടെ ആഗ്രഹവും നമ്മുടെ ആ ഒരു ഹാർഡ് വർക്കും കൂടെ ആകുമ്പോൾ നമുക്ക് കിട്ടുവാടാ. അപ്പോൾ എനിക്ക് അതേ പറയാനുള്ളൂ. നിങ്ങൾ ഒന്നും കൂടെ, അതായത് പോയവരൊക്കെ ഇപ്പോൾ ഒരു ഇത്തിരി വിഷമിച്ചിരിക്കുമായിരിക്കും. അത്യാവശ്യം നിങ്ങളുടെ മാക്സിമം കൊടുത്തിട്ടും, മാക്സിമം അല്ലാതെ ഏകദേശം നിങ്ങൾ കുറേയൊക്കെ പഠിച്ചിട്ടും കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ പറയത്തില്ല. കാരണം ഇതെന്ന് പറയുന്നൊരു വർഷം
ഉള്ളൊരു ലോങ് ജേണിയാണ്. നിങ്ങൾ കുറേ ഒരു 10-20 ദിവസം അല്ലെങ്കിൽ ഒരു മാസം റെസ്റ്റ് എടുത്തിട്ട് തുടങ്ങിയാൽ മതി. ബാക്കിയുള്ളത് ഒരു 25 ആസ്പിറൻസിനോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ തുടങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് വെള്ളം കുടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്യാവശ്യം ചുമ്മാതെങ്കിലും ടെക്സ്റ്റൊക്കെ ഒന്ന് മറിച്ചെങ്കിലും നോക്കുക. കാരണം ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം ഞാനവിടെ പോയി തകർക്കാൻ പോവുകയാണ്, ഇനി ഞാൻ കുറച്ച് നാൾ കളിക്കട്ടെ, ആ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു എനിക്ക്. അതിന് ഞാൻ എന്തോ അവിടെ ചെന്ന് 2-3 മാസം ശരിക്കും നല്ല രീതിയിൽ കണ്ണീര് കുടിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം അത്രയൊക്കെ ഉള്ളടാ. കൂളായിട്ടൊക്കെ ഇരിക്കുക, നന്നായിട്ടൊക്കെ പോയി പഠിക്കുക, നല്ല രീതിയിൽ സമാധാനത്തോടെ ഇരിക്കുക, അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുക. അതായത് നിങ്ങളുടെ ആ ഒരു രീതിയിലുള്ള എല്ലായിടത്തുമൊക്കെ പോയി പ്രാർത്ഥിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്രയും നാളത്തെ കമൻറ്റ് നോക്കാൻ പറ്റാത്തതിൻ്റെ സാഹചര്യം ഞാൻ പറഞ്ഞല്ലോളാം. എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും പാസ്സായപ്പം ആ ഒരു ലെവൽ ആശ്വാസമായി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ അഥവാ എനിക്ക് ഫെയിലായി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വീഡിയോസ് ഇടാൻ പറ്റത്തില്ലടാ. കാരണം സാഹചര്യം അതാണ്. വീട്ടിലും ആ ഒരു രീതിയിലൊരു സപ്പോർട്ട് വരത്തില്ല, ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നല്ല പ്രഷർ വരും. ഇപ്പോൾ എനിക്ക് എന്തായാലും കൂളാണ്. എനിക്ക് ദൈവം നിങ്ങളോട് സംസാരിക്കാനായിട്ടൊരു അവസരം നന്നായിട്ട് ഞാനങ്ങ് കരുതുവാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളടാ. കൂളായിട്ടിരിക്കും. ഇതിൻ്റെ എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇന്ന മാർക്ക് കിട്ടിയാലും കിട്ടുമോ എന്നൊന്നും ചോദിച്ചേക്കരുതടാ. ഞാൻ ജോൽസൊന്നും അല്ലല്ലോ പിള്ളേരെ അതിനൊക്കെ മറുപടി പറയാനായിട്ട്. എന്നാലും നിങ്ങളത് ചോദിക്കുകയാണെങ്കിൽ ലാസ്റ്റ് റാങ്ക് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ആ ഒരു ലെവലാണെങ്കിൽ ഞാൻ ലാസ്റ്റ് റാങ്ക് വെച്ച് പറയുന്നതായിരിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ജോൽസിന് പോലും പ്രെഡിക്റ്റ് ചെയ്യാത്ത സാഹചര്യമാണ് ഇപ്രാവശ്യം എനിക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കുട്ടാ. ടാറ്റാ ടാറ്റാ. സമാധാനമായിട്ടിരിക്കണം.